നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ക്രാക്ക്ഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ നിങ്ങളൊരു പണി പ്രതീക്ഷിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹാക്കേഴ്സും ക്രാക്ക്ഡ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് അവരുടെ മാൽവെയർസ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലത് മാൽവെയർസ് ഒന്നും നമുക്ക് വേറെ ഉപദ്രവം ഉണ്ടാക്കുന്ന മാൽവെയർസ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ പ്രോഗ്രാംസ് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാനുള്ള മാൽവെയർ ആയിരിക്കും. ബട്ട് പല മാൽവെയർസും നമ്മളുടെ ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ പല യൂസർ നെയിം പാസ്വേഡുകളും പിന്നെ നമ്മൾ സേവ് ചെയ്തേക്കുന്ന സേവ്ഡ് പാസ്വേഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. പല ബാങ്കുകളുടെ ലോഗിന് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ ബ്രൗസറിൽ തന്നെ സേവ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ സേവ്ഡ് പാസ്വേഡിൻ്റെ ഒക്കെ കാര്യം തീരുമാനമാകും. പല മാൽവെയർസും നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ റാറ്റ് വെച്ചിട്ട് റിമോട്ട് അഡ്മിനിസ്ട്രേഷൻ ടൂൾ റാറ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാൽവെയർസ് ഉണ്ട്. സോ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ക്രാക്ക് സോഫ്റ്റ്വെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നവർ ഒന്നും കൂടെ ചിന്തിച്ചിട്ട്, ഈ ടെലഗ്രാമിലൊക്കെ അവിടെ ഇവിടെയൊക്കെ APK ഇഷ്ടം പോലെ കിട്ടും. സോ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് ഒന്നുകൂടെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അതല്ല നിങ്ങളുടെ റഫായിട്ട് ഒന്നിനും യൂസ് ചെയ്യാത്ത ഫോൺ വല്ലതാണെന്നുണ്ടെങ്കിൽ ചെയ്തോ. ബട്ട് സെയിം വൈഫൈയിൽ കണക്ട് ആയേക്കുന്ന ഡിവൈസുകൾക്കും 8ന്റെ പണി വരാൻ ചാൻസ് ഉണ്ട്. സോ അതും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ.